നവീകരണ പ്രവൃത്തിയിലെ അപാകതം മൂലം അപകടം പതിവായി കൊയിലാണ്ടി താമരശ്ശേരി എടവണ്ണ സംസ്ഥാന പാത 228 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച റോഡാണ് അപകടക്കെണിയായത്. റോഡ് താഴ്ന്നു പോകുന്നത് കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. അഞ്ജന, എല്ലാം നമ്പർ 1 നമ്മൾ ചെയ്തു പോകുന്നതിനിടയിൽ ഇതാണ് സംഭവിക്കുന്നത്. ഈ റോഡ് താഴ്ന്നു പോകുന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് അപകടങ്ങളും അഞ്ജനയടക്കം ഈ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് വിശദവിവരങ്ങൾ? അതെ മോദി, ഞാനിപ്പോൾ ഉള്ളത് ഈ കൊയിലാണ്ടി എടവണ്ണപ്പാറ റോഡിന് സമീപത്ത്, അതായത് കൂടത്തായി പാലത്തിന് സമീപത്തായിട്ടാണ് ഞാനുള്ളത്. ഇതാണ് ഈ കാണുന്ന കൊയിലാണ്ടി എടവണ്ണപ്പാറ റോഡെന്ന് പറയുന്നത്. കിലോമീറ്ററുകളോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പാതയാണ്. പ്രധാനപ്പെട്ടൊരു സംസ്ഥാന പാതയാണ്, ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നതാണ്. പക്ഷേ ഇതിന് നവീകരണം പൂർത്തിയായതോടുകൂടി ഇതിലെ അശാസ്ത്രീയത മൂലം ഇവിടെ അപകടങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെ നിരവധി തവണ വാർത്തകൾ നൽകിയതാണ്. പല അപകടങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ ഇരുചക്ര വാഹനങ്ങളാണ് പലപ്പോഴും കൂടുതലായും ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ഈ കൂടത്തായി പാലത്തിന് സമീപം മാത്രം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏതാണ്ട് 3ഓളം അപകടങ്ങളാണ് ഉണ്ടായത്. ഈ മേഖലയിൽ തന്നെ നിരവധി അപകടങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഈ അപകടത്തിൽ ആളുകൾ മരിക്കുന്ന സ്ഥിതി വരെയും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ അശാസ്ത്രീയത കാരണമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെയും പറയുന്നത്. ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ്. ഈ കാണുന്നത് കൂടത്തായി പാലത്തിന് സമീപത്തെ റോഡാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇത് ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഇത് ലെവൽ ചെയ്തിട്ടൊന്നുമില്ല. ഇതൊരു കൊടും വളവ് കൂടിയാണ്. അപ്പോൾ 2 വശത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ പെട്ടെന്നൊരു സൈഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മുക്കം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതിലൂടെ വേണം പോകാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ലെവലിംഗ് ഇല്ലാത്തത് ശ്രദ്ധയിൽപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ വളയ്ക്കുമ്പോൾ ഇത് ലെവൽ തെറ്റി താഴേക്ക് വരികയും അങ്ങനെ വാഹനം മറിഞ്ഞ് അപകടമുണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നോക്കിയാൽ കാണാം, ഇത്ര അടിയോളം ഇതിന് ഉയരമുണ്ട്. അവിടെ നോക്കുമ്പോൾ ഈ വാഹനം വരുമ്പോൾ ഇവിടെ താഴേക്ക് ലെവലിംഗ് ഇല്ലാത്തത് ശ്രദ്ധയിൽപ്പെടില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പിക്കപ്പ് വാഹനം മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ചേട്ടന്റെ വീടാണല്ലേ ആ കാണുന്നേ? അത് വീടല്ലേ? ഇപ്പൊ ചേട്ടന്റെ വീടിന്റെ മുന്നിൽ തന്നെ നിരവധി വാഹനാപകടങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ സൈഡില് ഈ വളവില് നിത്യേന ഇടയ്ക്കിടയ്ക്ക് വാഹനാപകടങ്ങളായിരുന്നു. അത് റോഡ് ടാർ ചെയ്തതിന്റെ താറാണിത്. നേരത്തെ ടാർ ചെയ്തതിന്റെ അത് രണ്ടാമത് റീടാറിങ് നടന്നേരാണ് ഇപ്പൊ അപകടം കൂടിയത്. ഈ കട്ടിങ് കൊണ്ട് നേരത്തെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. റീടാറിങ് കഴിഞ്ഞപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ആ വലിയ പ്രശ്നമില്ലായിരുന്നു. ആ കട്ടിങ് ഒക്കെ ശരി കുഴിയൊക്കെ അടിച്ച് പിന്നെ അതാക്കിയ വലിയ പ്രശ്നങ്ങളില്ല, അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ റീടാറിങ്ങിന്റെ ശേഷം ഈ റോഡ് കട്ടി കൂടിയാലാ ഇപ്പൊ അപകടം കൂടുതൽ. അപ്പൊ അടുപ്പിച്ച് തന്നെ 2 അപകടം ഉണ്ടായി. അടുത്ത് ഇവിടെ ഈ ആഴ്ച തന്നെ 2 അപകടം ഉണ്ട്. അവിടെ കാർ ഇടിച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചിരുന്നല്ലേ? അതെ, എന്റെ ഇറക്കിൽ കാർ ഇടിച്ചിങ്ങാനും ഇറക്കിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു. അവിടെ ഗ്രൈനേഡ് ഇതൊക്കെ ഇപ്പഴും ഒന്ന് തമർന്ന് എടുക്കാണ്, റെഡിയാക്കിയില്ല. 2 ആഴ്ചക്കിടെ 2 അപകടങ്ങളാണ് ഉണ്ടായത്. ഈ 2 ആഴ്ചക്കിടെ 2 അപകടങ്ങൾ ഉണ്ടായി. ഈ 2 ആഴ്ച അടുപ്പിച്ച് 2 അപകടങ്ങൾ ഉണ്ടായി. ഇപ്പൊ അടുത്താണ് അപകടം ഉണ്ടായത്. അവിടെ ഈ കട്ടിങ് ഇവിടെ വണ്ടി വന്ന് നേരെ ഈ വളവും തിരിഞ്ഞ് ഇവിടെ ഇറങ്ങുന്ന കട്ടിങ് ചാടിയാണ് അപകടം സംഭവിച്ചത്. 2 അപകടവും. ഇപ്പൊ ഇവിടെ നടപ്പാതയൊന്നുമില്ല, ഇവിടെ ലെവൽ ചെയ്തിട്ടുമില്ല. അപ്പൊ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇത് കാണില്ല, പെട്ടെന്ന് കാണില്ല. അവിടെ നിന്ന് സ്പീഡിൽ, അവിടെ നല്ല റോഡാണ്, സ്പീഡിൽ വണ്ടി വന്ന് പെട്ടെന്ന് ചവിട്ടിയാൽ കിട്ടാതെ ഈ സൈഡിൽ ഇറക്കുന്നേരം അവിടെ കട്ടിങ്ങിൽ മറിയാം. സൈഡിൽ ഇറക്കി കട്ടിങ്ങിൽ മറിഞ്ഞു പോവാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ കൂടത്തായി മേഖലയിൽ ഈ ലെവലിംഗ് ചെയ്യാത്തതാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇതല്ല അവസ്ഥ. പലയിടത്തും റോഡ് താഴ്ന്നു പോവുകയാണ്. ഈ മുക്കം ഭാഗത്തു നിന്നും ഈ താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന ഭാരവാഹനങ്ങളുണ്ട്. അത് തൊട്ടപ്പുറത്തെ വശത്ത് പോകുമ്പോഴൊക്കെയും ഈ ചക്രങ്ങൾ റോഡിലേക്ക് താഴ്ന്ന് അവിടെ ഒരു വലിയ വരമ്പ് പോലെ രൂപപ്പെടുകയാണ്. അവിടെ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ ദിശ തെറ്റി അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞ് അപകടമുണ്ടാകുന്ന സാധ്യത വർദ്ധിക്കുന്നു. അത്തരത്തിലുള്ള അപകടങ്ങൾ നേരത്തെയും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് നിരപ്പായ റോഡാവണം, 2 വശവും ഒരേ നിരയിലൊക്കെ തന്നെ ആവണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇരുചക്ര വാഹനങ്ങൾ പോയി ഈ റോഡ് താഴ്ന്നു പോവുകയാണ് പലയിടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ റോഡ് താഴ്ന്നു പോയി വലിയ അപകടങ്ങൾ ഈ മേഖലയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയധികം ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ അങ്ങോട്ടേക്കൊക്കെ മറിയാൻ സാധ്യത വളരെ കൂടുതലാണ് അഞ്ജന. നമ്മള് വണ്ടിന്റെ അലൈൻമെന്റ് തെറ്റാന്ന് കരുതുക, അല്ലെ ടയർ പോയതാന്ന് കരുതുക. അതെ മോദി, അതായത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. ഞാൻ ദൃശ്യങ്ങൾ നേരത്തെ കാണിച്ചിരുന്നു. അതായത് ഒരു
ഭാഗം, അതായത് മുക്കത്ത് നിന്നും ഈ താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന ആ വശത്താണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഭാരം കാരണം ഈ റോഡ് താഴ്ന്നു പോവുകയാണ്. വരമ്പ് രൂപപ്പെട്ടിരിക്കുകയാണ് റോഡിന്റെ പല ഭാഗങ്ങളിലും. അപ്പോൾ രാത്രിയിൽ പലയിടത്തും ഈ മേഖലകളിൽ വഴിവിളക്കുകൾ പോലുമില്ല. അപ്പോൾ അത്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ഏതാണ്ട് 2 പേരോളം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അത് പലയിടത്തും ഇതുപോലെയാണ് എന്നുള്ളതാണ് അല്ലേ? ഒന്നാമത് ഫുട്പാത്ത് ഇല്ല, ആളുകൾക്ക് നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഇല്ല. ഫുട്പാത്തിനാണെങ്കിൽ സ്ലാബിന് ഉറപ്പില്ല, നടന്നു പോയിക്കാണെങ്കിൽ പൊട്ടി താഴെ വീണ അവസ്ഥ. ഈ ഫുട്പാത്തിൽ വീണ് ഒരുപാട് ആളുകൾ പരിക്ക് പറ്റിയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റോഡ് എന്ന് പറയുന്നത് നിരപ്പായിരിക്കണം, 2 ഭാഗവും ഒരുപോലെ ആയിരിക്കണം. പക്ഷേ ഈ ഇരുചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ ഭാരവാഹനങ്ങൾ പോകുമ്പോൾ അത് താഴ്ന്നു പോകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ബേസിൽ താഴ്ന്നു പോവാണ്. അങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ബൈക്കൊക്കെ അതിൽ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് മറച്ചൊടിച്ച് വരുന്നത് അപ്പോൾക്ക് മറിഞ്ഞു പോകുന്നൊരവസ്ഥ. ഈ വളവിൻ്റെ അവസ്ഥ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് വളവാന്ന് പുതിയ വണ്ടിക്കാർക്ക് തിരിയില്ല, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അവരിവിടെ പെട്ടെന്ന് എത്തുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകുന്നത്. അപ്പോൾ ഈ കട്ടിങ് ഉള്ളത് കൊണ്ട് അവർ മറിച്ചൊടിച്ചു മറിഞ്ഞു വീണ്. ഈ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് 3 അപകടങ്ങൾ. ഇപ്പോൾ മെനയാന്നൊരു ബൈക്ക് വീണിട്ടുണ്ട്, അതിന് മുമ്പ് ഒരു പിക്കപ്പ്, അതിൻ്റെ തൊട്ട് തലേന്നൊരു പിക്കപ്പ്. അങ്ങനെ ഇത് രണ്ടും ഈ 3 എണ്ണം അടുത്ത് ദിവസങ്ങളിൽ. ഒരു സ്ത്രീൻ്റെ അടുക്ക് അതിൻ്റെ മുമ്പ് മരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് KMCTയിൽ പഠിക്കുന്ന 2 കുട്ടികൾ ബൈക്കിൽ ആ ഭാഗത്തിലേക്ക് മറിഞ്ഞു വീണത്. അങ്ങനെ നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തെ ഈ പാലത്തിന് വീതിയില്ല. കുട്ടികൾ സ്കൂളും മദ്രസിലൊക്കെ പോകുന്ന തൊട്ടടുത്താണ് ചെറിയ സ്കൂളും മദ്രസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കുട്ടികൾ നടന്നു പോകുന്നൊരു വഴിയാണ്. അപ്പോൾ ഈ പാലത്തിന് അങ്ങനെ നടന്നു പോകാനുള്ളൊരു സംവിധാനമില്ല. ഇതിന് മുമ്പ് ഞങ്ങളിതൊക്കെ MLA ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഒരു നടന്നു പോകാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ പിന്നീട് പറഞ്ഞത് ഈ പാലം കാലപ്പഴക്കം വന്നു, പുതിയ പാലത്തിലേക്ക് നീങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ അത് പിന്നെ എവിടെ വരെ എത്തി എന്നുള്ള അറിയില്ല. ഏതായാലും റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 228 കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് ഇത്തരത്തിൽ നവീകരിച്ചിരിക്കുന്നത്. പക്ഷേ നവീകരണത്തിന് ശേഷം അപകടങ്ങൾ കൂടി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് സമരങ്ങളും അതുപോലെ തന്നെ ബാക്കി സമരങ്ങളൊക്കെ ഇവിടെ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് ഇത് മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇടപെട്ട ഒരു കേസാണിത്. അതായത് ഈ റോഡ് താഴ്ന്നു പോകുന്നത് 1 വർഷം കഴിഞ്ഞു ഇപ്പോൾ പണി പൂർത്തിയാക്കിയിട്ട്, എന്നിട്ട് പോലും ഇവിടെ ലെവലിംഗ് ഇല്ല. ഈ പലയിടത്തും റോഡിന്റെ അപാകത മൂലം താഴ്ന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മൾ നിരന്തരമായിട്ട് ധാരാളം പരാതികൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറയാനുള്ളത് അശാസ്ത്രീയമായിട്ടുള്ളൊരു റോഡ് നിർമ്മാണം തന്നെയാണ് ഇതിൻ്റെ കാരണം. ഏതാണ്ട് നമ്മുടെ ഇവിടുന്ന് ചുങ്കം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്കാണിത് അപകടം വല്ലാതെ ഉണ്ടായിട്ടുള്ളത്. അവിടെ റോഡുകൾ താന്നും പൊങ്ങിയും ഭാഗങ്ങളായിട്ട് കിടന്നുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് അങ്ങനെ പാളിപ്പോകുന്ന രൂപത്തിലേക്കാണ് അധികവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അശാസ്ത്രീയമായ രൂപത്തിലാണ് ഇതിൻ്റെ റോഡ് പണി നടക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് ഈ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥിതി അത് മാറണം, അത് പരിഹരിക്കേണ്ടതുണ്ട്. താമരശ്ശേരി സ്വദേശിയായ മജീദ് ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. പരാതി മനുഷ്യാവകാശ കമ്മീഷൻ കേൾക്കുകയും അതിലുടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അല്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഈ റോഡിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കണം. അപ്പോൾ അതിനുശേഷം DPRൽ പറഞ്ഞത് പ്രകാരമുള്ള ഈ നടപടികൾ പ്രവൃത്തികളെല്ലാം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് ഈ റോഡ് പ്രവൃത്തിയിൽ നടന്നത്. 228 കോടി രൂപൻ്റെ, ആ ഒരു അർത്ഥത്തിൽ ഇത് പുറത്ത് വന്നോന്നറിയില്ല. 228 കോടി രൂപയാണ് ചിലവഴിച്ചത്. 55 കിലോമീറ്റർ ദൂരം ഈ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നവീകരണത്തിന് മുൻപ് ഈ റോഡിന് യാതൊരു കുഴപ്പമില്ല. സാധാരണ കാലപ്പഴക്കം കൊണ്ട് ടാറിങ് പൊളിയുക എന്നല്ലാതെ ഈ റോഡ് താഴ്ന്നു പോകുന്ന പ്രശ്നമില്ല. ഈ റോഡ് നവീകരണം കഴിഞ്ഞ് തുറന്നു കൊടുത്ത അടുത്ത ദിവസം മുതൽ റോഡ് താഴ്ന്നു പോവുകയും ചെയ്തു. ഏകദേശം ഒരു 3 വർഷം മുൻപാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത്. ഒരു പണി പൂർത്തീകരിച്ച് 1 വർഷം കഴിഞ്ഞ സമയത്തെ റോഡിൽ ഈ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. അതേപോലെ ഇതിൽ ഇവരെ DPRൽ പറഞ്ഞത് പ്രകാരം ചെയ്യാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ഫുട്പാത്ത്, ഒരാൾക്ക് ഈ ഫുട്പാത്തിൽ നടക്കാൻ പറ്റില്ല. അതേപോലെ ചെറിയൊരു വണ്ടി കയറി കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. അതേപോലെ ഇവരെ ഇതിൻ്റെ കൂടെ സ്ഥാപിച്ച ഈ 380ഓളം തെരുവുകൾക്ക് കത്തുന്നില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷനുടെ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി മനുഷ്യാവകാശ കമ്മീഷന് ഈ KSTP, അതായത് ഇതിൻ്റെ മേൽനോട്ട ചുമതല KSTP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനേക്കാൾ വലിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ 7 തവണ കത്ത് കൊടുത്തു ഈ KSTP കരാറുകാർക്ക്. ഒരു കത്ത് പോലും ഗൗരവത്തിലെടുക്കാതെ എല്ലാം അവഗണിക്കുക. 100-ലധികം തവണ നേരിട്ട് സംസാരിച്ചെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ മുഖവിലക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഇവർ ആരുടെ സ്വാധീനമാണ് ഇവരെ മേലെ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തത്. ഇതിൻ്റെ PWD പറയുന്നത് കേൾക്കുന്നില്ല, ഇതിൻ്റെ KSTP പറയുന്നത് കേൾക്കുന്നില്ല. KSTPക്കാണ് നിലവിൽ ഇതിന്റെ നിർമ്മാണ ചുമതലയുള്ളതല്ലേ? ഇതിൻ്റെ മേൽനോട്ട ചുമതല ഉള്ളത് KSTPക്കാണ്. അപ്പോൾ ഈ KSTPക്ക് മേൽനോട്ട ചുമതല ഉണ്ടായിട്ടും KSTP എഞ്ചിനീയർ പറഞ്ഞത് പോലും ഇവർ കേൾക്കാൻ തയ്യാറാവുന്നില്ല.
അപ്പോൾ ഇതിൽ ഏറ്റവും ഇതിൻ്റെ പിന്നെ ഉടമസ്ഥ എന്ന് പറയുന്നത് മുൻ DGP ശങ്കർദാസിൻ്റെ ബന്ധുക്കളുടെ പിന്നെ ഈ കമ്പനി. അപ്പോൾ അവരുടെ സമ്മർദ്ദവും സ്വാധീനവും കാരണമാണ് ഈ രൂപത്തിൽ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ നവീകരണത്തിന് മുന്നേ റോഡിന് വലിയ പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുന്നു. അപ്പോൾ നവീകരണത്തിൽ ഈ റോഡിന് വീതി കൂട്ടുകയും അതോടൊപ്പം റീടാറിംഗ് മാത്രമാണോ ചെയ്തിട്ടുള്ളത്? നവീകരണത്തിന് ശരിക്കും ഇത് കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ച് വീതി കൂട്ടിയിട്ട് അതിൻ്റെ മേലെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ടാറിംഗ് നടത്തണമെന്നാണ്. എന്നാൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ടാറിംഗ് നടത്തിയിട്ടില്ല, അതേപോലെ വീതി കൂട്ടൽ പ്രവൃത്തി നടന്നിട്ടില്ല. നിലവിലുണ്ടായിരുന്ന റോഡിൻ്റെ മുകളിൽ ഈ ടാറിംഗ് നടത്തിയ പിന്നെ റോഡ് പൊളിച്ച് മാറ്റിയിട്ട് അടിയിൽ GSB ഇട്ട് അതിൻ്റെ മേലെ ടാറിംഗ് നടത്തി. പക്ഷേ GSB ഇട്ടെടുത്താണ് ഇതിൻ്റെ അപാകത. ഈ GSB ആണ് താഴ്ന്നു പോകുന്നത്. അപ്പോൾ ആ GSB ശരിക്ക് അമർത്താത്തത് കൊണ്ടോ അതല്ലെങ്കിൽ GSBയിൽ സ്ലറി ചേർത്തത് കൊണ്ടോ ആണ് ഈ റോഡ് ഇങ്ങനെ താഴ്ന്നു പോകാൻ കാരണം. അത് പരിശോധിച്ചിട്ട് പിന്നെ ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ അത് വ്യക്തമുള്ളൂ ഏതാണ് അതിൻ്റെ ഫാൾട്ട് എന്നുള്ളത്. ഏതായാലും റോഡ് നവീകരണത്തിന് മുൻപ് കുഴപ്പമില്ലായിരുന്നു, താഴ്ന്നു പോയിട്ടില്ലായിരുന്നു. നവീകരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് നവീകരണത്തിലുള്ള അപാകത തന്നെയാണ് താഴ്ന്നു പോകാൻ കാരണം. പാകപ്പിഴയാണ് ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ അവിടെ ഉണ്ടാവുന്നതിന് കാരണം. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇടപെട്ടതിന് ശേഷവും ദുരവസ്ഥ തുടരുന്നു എന്നതാണ് അഞ്ജന സുകുമാരൻ വ്യക്തമാക്കി തന്നത്.